ഓരോ ഗവൺമെന്റ് വരുമ്പോഴും അവരുടെ രാഷ്ട്രീയ പകപോക്കലുകൾക്ക് ജയിലിൽ കിടക്കുന്ന ക്രിമിനൽസിന് ഞാൻ സപ്ലൈ ചെയ്യാറുണ്ട്. ക്രിമിനൽസിനെ എങ്ങനെയാണ് പുറത്തിറക്കുന്നത്? ജയിലിലെ വാട്ടർ ടാങ്കറിൽ. അത് കണ്ടു എന്ന് പറഞ്ഞ് എന്റെ കണ്ണിൽ നീ കെമിക്കൽ ഒഴിച്ചു അല്ലടോ. ഇനി പറയടാ, ആരുടെ തീരുമാനമായിരുന്നു എന്നെ കൊല്ലാൻ? നിന്റെ തന്തയുടെ. ഇനി കറങ്ങിയാൽ നിന്റെ തലച്ചോറ് കലങ്ങി കരിക്കുമ്പോഴാവും. അയ്യോ ജസ്റ്റിസ് ശർമ്മയെ കൊന്നതാര്? ആർക്കു വേണ്ടി? പാർട്ടിക്ക് വേണ്ടി. എന്താ അയാൾ ഇങ്ങനെ വേർക്കുന്നത്? ഒരാൾ വിയർക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ മാഡം? സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ. ആ സമയത്ത് എങ്ങനെ ഒരാൾ വേർക്കും? അയാൾ കൊണ്ടുവന്ന സ്വീറ്റ് ബോക്സ്, ഐ ഡൗട്ട് നത്തിങ് ബട്ട് എ ബോംബ്. അംബികാരത്നം വധക്കേസിനോടനുബന്ധിച്ച് പീപ്പിൾസ് പാർട്ടിയുടെ യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ ധർമ്മനെ ചോദ്യം ചെയ്യാൻ CBI കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് പാർട്ടിയുടെ യുവജന വിഭാഗം നടത്തിയ പ്രക്ഷോഭണം അക്രമാസക്തമായി. ഒരിക്കൽ നിങ്ങൾ സിദ്ധാർത്ഥയോടൊപ്പം JKയെ തള്ളി പറഞ്ഞു, പിന്നെ നിങ്ങൾ JKയിലേക്ക് തന്നെ മടങ്ങി. വൈ? നാവ് കൊണ്ട് ആദർശത്തിന്റെ ഗീർവാൻ അടിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിച്ച് കാണിക്കണം. സഹപ്രവർത്തകയുടെ തോളിൽ കൈയിട്ട് നടന്ന് വയറ്റിലുണ്ടാക്കി വെച്ച് കഴുത്തെ തൂങ്ങുമെന്ന് കണ്ടപ്പോ ബോംബ് വെച്ച് കൊന്നു. ഹി ഈസ് നോട്ട് മൈ ടേസ്റ്റ്. മിസ്റ്റർ ധർമ്മൻ, സ്ഫോടനം ഉണ്ടായ ദിവസം അന്നത്തെ പാർട്ടിയിൽ നിങ്ങൾ ആകെ അസ്വസ്ഥനായിരുന്നു. ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. കാരണം എനിക്കെന്ന് രാവിലെ നന്നായി വയറ്റിന്ന് പോയില്ല. നിങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിച്ചാ പിന്നെ ഞാൻ എന്താ പറയാ? ഞാൻ എന്തിനു അസ്വസ്ഥനാകണം? അമ്പിയെ കൊല്ലാൻ അവൾക്ക് വയറ്റിലുണ്ടാക്കിയ ധർമ്മനല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. നാടിന്റെ യൂത്ത് വിംഗ് പ്രസിഡന്റിന് സ്ത്രീകളോട് കുറെ കൂടി സഭ്യമായി സംസാരിച്ചുകൂടെ? അത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കള്ളന്മാരോട് സംസാരിക്കുന്നവരെ എന്നോട് സംസാരിക്കരുത്. You know this gentleman? I don't know. Chandraji, doctor for the dead. Yes, doctor. അംബികാരത്നത്തിന്റെ കൊലയ്ക്ക് മുമ്പ് തന്നെ പാർട്ടി ഓഫീസിലേക്ക് എന്നെ വിളിപ്പിച്ചിരുന്നു. വീട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്തതും തിരിച്ചു കൊണ്ടുവിട്ടതും ധർമ്മനായിരുന്നു. താങ്ക് യു ഡോക്ടർ. മിസ്റ്റർ ധർമ്മൻ കേട്ടല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് കരുതി അംബികയുടെ മരണവുമായി ധർമ്മന് ബന്ധമുണ്ടെന്ന് വരുന്നില്ലല്ലോ. മൂക്കിന്റെ പാത്തി കിടിച്ചാൽ എന്തും നിങ്ങൾക്ക് ആരെ കൊണ്ടും പറയിപ്പിക്കാം. മിസ്റ്റർ ധർമ്മന്റെ മൂക്കിന്റെ പാത്തിക്ക് ഞാനൊന്ന് തന്നാൽ എല്ലാം പറയൂ. ഒന്ന് തന്നു നോക്ക്, അപ്പ അറിയാം. വേണ്ട ഗോപാൽ. ധർമ്മൻ, ഇത് CBI ആണ്. ഇവിടെ മിസ്ബിഹേവ് ചെയ്താൽ ഒരു ചുക്കും ചെയ്യില്ല. നിന്നെ എടുത്ത് പരപ്പനങ്ങാടിക്ക് അറിയാൻ എനിക്കറിയാം. Put the cassette. അംബികയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് സിദ്ധാർത്ഥയോടൊപ്പം പോയ ധർമ്മൻ, അത് നിങ്ങളാണെന്നുള്ളത് നിഷേധിക്കുന്നുണ്ടോ? Can you deny? അത് ഞാൻ തന്നെ. സിദ്ധാർത്ഥയുടെ തൊട്ടുപുറകിൽ നിൽക്കുന്ന നിങ്ങളുടെ മുഖത്ത് ഒരു പരിഭ്രാന്തി ഞാൻ കാണുന്നു.
സംഭവം നടന്നത് ജനുവരിയിലെ മഞ്ഞു പെയ്യുന്ന ഒരു സന്ധ്യയ്ക്ക്. കുത്തിപ്പറിക്കുന്ന ആ തണുപ്പിലും നിങ്ങൾ നന്നായി വിയർക്കുന്നു. ദാറ്റ് ഈസ് മൈ ബോഡി ഹാബിറ്റ്. നോക്ക്, ഞാൻ ഇപ്പോഴും നന്നായി വിയർക്കുന്നുണ്ടല്ലോ. ഐ ആം എ BP പേഷ്യന്റ്. സംശയമുണ്ടെങ്കിൽ യു ക്യാൻ കോൾ ഫോർ എ മെഡിക്കൽ ചെക്കപ്പ്. ഈ വിയർപ്പ് പ്രഷർ കൊണ്ടുള്ള വിയർപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും പലപ്പോഴും വിയർക്കാറുണ്ട്. അതെപ്പോഴൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പച്ചയ്ക്ക് പറയണോ? അല്ല, വേണോ? Dirty rascal! എന്താടാ പറഞ്ഞേ? അമ്മയും പെങ്ങളും തിരിച്ചറിയാത്ത റാസ്കൽസ്. നടക്കുന്ന നിനക്കൊക്കെ കൊള്ളയും കൊലയാലടാ മുദ്രാവാക്യം. നീ പാർട്ടിയുടെ വലിയ സിംഹമാണ്. Damn it! I will break your neck. മനസ്സിലായടാ? Hello. Jaypal here. Good morning, sir. Good morning. Listen, Akhila, I wanted to... One second, sir. Hello, sir. Well, how is the progress, dear? Very exciting, sir. കാസറ്റിൽ അയാളുടെ വിയർത്ത മുഖം ഞാൻ കാണിച്ചപ്പോ അയാൾ ആകെ ടെൻസ്ഡ് ആവുന്നത് കണ്ടു, സർ. അംബികയുടെ മരണത്തിൽ അയാളുടെ കൈകൾ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. I am trying to keep him in custody. ഇപ്പോ വേണ്ട. ഇല്ല, സർ. അയാൾ വെറും ചെറ്റയാണ്. സംസ്കാരമില്ലാത്ത നാറിയ പൊളിറ്റീഷ്യൻ. ഇപ്പോ തന്നെ അയാളെ അറസ്റ്റ് ചെയ്തതിനെതിരായി യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഒരു വലിയ വിപ്ലവം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്ലേ ഇറ്റ് കൂൾ. വേണ്ടപ്പോ വീണ്ടും വിളിപ്പിക്കാമല്ലോ. യെസ്, സർ. അഖിലേന്ത്യാ യൂത്ത് വിംഗ് പ്രസിഡന്റിന്റെ മുഖത്ത് ഒരു പെണ്ണിന്റെ കൈ വീണെന്ന് നാട്ടുകാർ അറിയണ്ട. തനിക്കാ നാണക്കേട്. गुड आफ्टरनून देश का नेता. സർ, ധർമ്മൻജി അവർ തട്ടിക്കൊണ്ടു. Meet J.K. തപോവനം ജാക്സൺ. Yes, Jaypal here. എന്താ നോക്കുന്നത്? ഡോക്ടർ ജയലക്ഷ്മിയുടെ പ്രിസ്ക്രിപ്ഷൻ എവിടെ? അതിലുണ്ടായിരുന്നല്ലോ. ഇല്ല, അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. മാഡം, ഗോപാൽ, എനിക്ക് നിങ്ങളെ വിശ്വസിക്കാമോ? എന്താ മാഡം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? എനിക്കറിയില്ല. ചവിട്ടുന്നിടമെല്ലാം പുതയുന്നത് പോലെ നമ്മുടെ ഡയറക്ടർക്ക് ജയിക്കുകയുമായി ഒരു ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? യെസ്, ഡയറക്ടറുടെ പേജിൽ ഞാനൊരു മെസ്സേജ് കണ്ടു. അത് അയച്ചിരിക്കുന്നത് നമ്മുടെ ജാക്സൺ ആണ്. വെൽക്കം മൈ ഫ്രണ്ട്, വെൽക്കം. അംബികയ്ക്ക് ഞാൻ കൊടുത്ത സ്വീറ്റ് ബോക്സ് എങ്ങനെ പൊട്ടി? അതെന്നോട് ചോദിക്കരുത്. സ്വീറ്റ് ബോക്സിൽ ബോംബ് വെച്ച് നിനക്കേ അറിയും. എന്റെ കൈകളിൽ ആദ്യത്തെ കൈപിടിച്ച് എന്നോടൊപ്പം ഇറങ്ങിപ്പോന്നവനാണ് നീ.
നീ ഇത് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ രാഷ്ട്രീയക്കാരനാവും? JK വലിച്ചെറിഞ്ഞു തന്ന എല്ലിൻ കഷ്ണത്തിന്റെ പുറകെ പോയ പീറ പട്ടിയല്ല ഞാൻ. പദയാത്രയ്ക്ക് കൂടെ കൊണ്ടുനടന്ന് വയറ്റിലുണ്ടാക്കിയച്ചേ അവൾ നിന്റെ തലേ തൂങ്ങുമെന്ന് കണ്ടപ്പോ ബോംബ് വെച്ച് കൊന്ന നിന്നേക്കാ ഭേദായി ഈ ധർമ്മൻ. എന്റെ സുഹൃത്ത് സത്യം പറയും. ഫസൽ, stop it. പറയും, എന്നെ ചതച്ചതാര്? പദയാത്ര കഴിഞ്ഞ JK എന്നെ വിളിപ്പിച്ചിരുന്നു. പാർട്ടിയുടെ പതാക ഇന്നൊരു കൊടുങ്കാറ്റിലൊഴിയുക. അത് ഉറപ്പിച്ചു നിർത്താൻ നിനക്ക് മാത്രമേ കഴിയൂ. പതാകയുടെ പവിത്രത കളങ്കപ്പെടുത്തിയ നിങ്ങൾ അതോർത്തിന് വിഷമിക്കണ്ട. സിദ്ധാർത്ഥയുടെ കൈകളിൽ അത് സുരക്ഷിതമാണ്. ആ കൈകൾ എന്തുകൊണ്ടും നിന്റേതായിക്കൂടാ? സേനാപതിയെ ഒറ്റുകൊടുക്കുന്ന യോദ്ധാവിന്റെ രക്തം എന്റെ സിരകളിലില്ല. നിങ്ങൾക്കെതിരെയുള്ള ഈ കുരുക്ഷേത്രം ഞങ്ങൾ ഒരുമിച്ച് പൂർത്തിയാക്കും. ധർമ്മൻ, അർജുനന്റെ മുൻപിൽ ഭീമൻ എന്നും പുറന്തള്ളപ്പെട്ടിട്ടേ ഉള്ളൂ. ഈ ആകാശത്ത് ഒരു സൂര്യനെ ഉണ്ടാകാവൂ. അവന് ജ്വലിക്കാൻ നീ എന്തിന് കരിക്കട്ടെ? ഒരു സിംഹാസനം നിനക്ക് വേണ്ടി ഒഴിഞ്ഞു കിടക്കുമ്പോൾ നീ ഇനിയൊരു രാജാവിന് സ്തുതി പാടുന്ന വിദൂഷകനാകരുത്. ഈ ചെമ്പനീർ മുട്ടും ചൂടി നിന്റെ കൈകൾ റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്ന ഒരു സുദിനം ഞാൻ കാണുന്നു. സിദ്ധാർത്ഥയുടെ രക്തം എനിക്ക് ആവശ്യമില്ല. ഇന്ന് കൊണ്ടാടുന്ന ജനം അവന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പണം. ഞാൻ എന്തു വേണം സാർ? വെള്ളിക്ക് നീ എന്നെ ഒറ്റി. ഇതിനുള്ള ശിക്ഷ നിനക്ക് മരണമാണ്. ഫസൽ, നോ! ഇവന്റെ നാവ് നമുക്ക് ആവശ്യമാണ്. എന്നോട് ഏറ്റു പറഞ്ഞതെല്ലാം നാളെ ലൂടെ ഈ ലോകം മുഴുവൻ അറിയണം. സത്യവിരുദ്ധമായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ അംബികയ്ക്ക് കൊടുത്ത സ്വീറ്റ് ബോക്സ് എങ്ങനെ പൊട്ടി? അംബികയ്ക്ക് കൊടുക്കാൻ സിദ്ധാർത്ഥ വാങ്ങിയ സ്വീറ്റ് ബോക്സ് മാറ്റി ബോംബ് വെച്ച ബോക്സ് കൊടുത്തത് ഞാനാണ്. എന്തിനു വേണ്ടിയായിരുന്നു അത്? നേതൃത്വത്തെ ചോദ്യം ചെയ്ത സിദ്ധാർത്ഥയോട് പകരം വീട്ടാൻ. അതിന് അംബിക എന്തിനു ഉപയോഗിച്ചു? JKക്കെതിരായ സമരമുഖത്തിൽ അംബികയായിരുന്നു അവന്റെ വലം കൈ. നിന്റെ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന് ആഗോളതലത്തിൽ എത്ര ബ്രാഞ്ചുകളുണ്ട്? 12. ഇത്രയും വിപുലമായ ഒരു ചെയിൻ ഓഫ് ഹോട്ടൽസ് നടത്താനുള്ള പണം നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി? ബിസിനസിന് വേണ്ടിയല്ലേ? പല സോഴ്സിലും പണം വരും. How did you make this much money? സവാള ഇടപാടിൽ നിന്ന്. എത്ര മന്ത്രിമാർക്ക് നിങ്ങൾ സവാള ബിസിനസ്സിൽ പണം മറിച്ചു കൊടുത്തിട്ടുണ്ട്? അത് വളരെ സെൻസിറ്റീവ് സീക്രട്ട് ആണ്. പറഞ്ഞില്ലെങ്കിൽ ഇതിന്റെ പങ്ക് പറ്റാത്ത ഒരു മന്ത്രിയില്ല. ഇതിനപ്പുറം എന്നോടൊന്നും ചോദിക്കരുത്. എന്താ ഒരു അസ്വസ്ഥത? വിയർക്കുന്നുണ്ടല്ലോ. അതെന്റെ ഒരു ബോഡി ഹാബിറ്റാ. മിസ്റ്റർ കലിമുള്ള, ഡൽഹി സെൻട്രൽ പ്രസിഡന്റ് മറവിൽ നിങ്ങൾ നടത്തിയ കൊലപാതകങ്ങൾ ആർക്കു വേണ്ടി? JK സാബിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും വേണ്ടി. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള നേട്ടം? മേഘാലയയിൽ സർക്കാർ വക 5000 ഏക്കർ ഭൂമി എനിക്ക് പട്ടയം പറിച്ചു കിട്ടി. ജസ്റ്റിസ് ശർമ്മയെ കൊന്നു എന്തിന്? ശർമ്മ എഴുതിക്കൊണ്ടിരുന്ന ബ്ലേഡ് ഇൻ നേഷൻ എന്ന പുസ്തകം പുറത്തു വരരുതായിരുന്നു. ആരുടെ താല്പര്യമായിരുന്നു? പാർട്ടി പ്രസിഡന്റ്
സാറിന്റെ കർത്തവ്യബോധമുള്ള ഒരു പാവപ്പെട്ട ജഡ്ജിനെ വെടിവെച്ച് കൊന്നിട്ട് അത് ആത്മഹത്യയാണെന്ന് സ്ഥാപിച്ചെടുത്ത ഈ തെണ്ടികളോട് നിങ്ങൾ എങ്ങനെ പൊറുക്കും? രാജ്യത്തെ ഏറ്റവും വലിയ ജയിലിനെ ഹീനമായി ദുർവിനിയോഗം ചെയ്ത ഈ തെണ്ടികളോട് നിങ്ങൾ എങ്ങനെ പൊറുക്കും? ആദർശത്തിന്റെ ശംഖൂതെന്ന പാർട്ടി പ്രസിഡന്റും ദിവസക്കൂലിക്കാരന് പിറന്ന വെറും 4ാം ക്ലാസ്സുകാരൻ യൂത്ത് ലീഡറും ചേർന്ന് 200 കോടി വിലയുള്ള ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെറിറ്റേജ് പാലസ് ഹോട്ടൽ എങ്ങനെ സ്വന്തമാക്കി? എവിടെ നീ പണം? അഴിമതി അക്രമവും കൊണ്ട് ആഭാസ നാടകമാടുന്ന ഈ രാഷ്ട്രീയക്കാരെ ഇതിനു മുമ്പ് ഞാൻ പൊളിച്ചു കാട്ടി. എന്നിട്ടും ഷണ്ണന്മാരെ പോലെ നിങ്ങൾ നോക്കി നിന്നു. ഇനിയെങ്കിലും ഓമാരുടെയൊക്കെ കുത്തിന് പിടിച്ചു നിർത്തി പറയൂ, നിങ്ങളാണ് ഈ നാടിന്റെ ശാപമെന്ന്.